നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ കണ്ടൊരു സംതൃപ്തിയുണ്ട്. ഒരു പയ്യെ പോകുന്നൊരു സിനിമയാണ്, പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ തിരക്കഥ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല അഭിനയങ്ങളുണ്ട്. പിന്നെ കുറേ പണ്ടത്തെ കാതോരം സിനിമയുടെ ഒരു പശ്ചാത്തലത്തിൽ നടക്കുന്നൊരു കഥയാണ്. അപ്പോൾ അതിനോട് മാക്സിമം നീതി പുലർത്തിയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മമ്മൂട്ടിയുടെ ഒരു റെഫറൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ ഒട്ടും കല്ലുകടി തോന്നാത്ത രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ കഥയായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. മൊത്തത്തിൽ ഒരു തവണ വന്ന് തിയേറ്ററിൽ കാണാനുള്ളൊരു നല്ലൊരു കഥയും നല്ലൊരു മേക്കിംഗ് ആയിട്ട് തോന്നി. തലവന് ശേഷം വീണ്ടും പോലീസ് വേഷത്തിലെത്തുന്ന പടമാണ് ആസിഫ് അലി. അതെ, ഇത് പോലീസാണ്, പക്ഷേ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പോലീസാണ്. നമുക്ക് ഒരിക്കലും അതേ ക്യാരക്ടറായിട്ട് ഒന്നും തോന്നില്ല. നമ്മൾ കിഷ്കിന്ധത്തിൽ എവിടെ നിർത്തിയോ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ്. നല്ലൊരു ആക്ടിംഗ് ആയിട്ടാണ് ആസിഫ് അലി വീണ്ടും വന്നിട്ടുള്ളത്. നല്ല രസമായിരുന്നു അവരുടെ പെർഫോമൻസ് കണ്ടിരിക്കാനായിട്ട്. അനശ്വരയുടെ ആണെങ്കിൽ പോലും ആസിഫ് അലിയുടെ ആണെങ്കിൽ പോലും അവരുടെ ഒരു പെർഫോമൻസ് കൊണ്ടാണ് സിനിമയ്ക്ക് ഇത്രയും ഇമ്പാക്റ്റ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ മനോജ് കെ ജയൻ ഉണ്ട്, സിദ്ദിഖുണ്ട്, ജഗദീഷ് വന്ന് പോകുന്നുണ്ട്. അപ്പോൾ അഭിനയിച്ചവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ കാസ്റ്റിംഗ് എടുത്ത് പറയേണ്ടതാണ്. 2 കാലങ്ങൾ കാണിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ എൻ്റെ കാസ്റ്റിങ്ങും വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും നല്ലതായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സിനിമ കണ്ട് നന്നായിരുന്നു. നല്ല പടം, തിയേറ്ററിൽ തന്നെ കാണാം. ഫുൾ ഓവറോൾ നല്ല പടം, അടിപൊളി, നല്ല പടം. എല്ലാവരും തിയേറ്ററിൽ പോയി കാണും. ആ പടം അടിപൊളിയായിരുന്നു. അത് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല എന്നാണല്ലോ പറഞ്ഞത്. അത് കാണണം, പടം എന്തായാലും കാണുന്നത് തന്നെയാണ് നല്ലത്. കണ്ടു കഴിഞ്ഞിട്ട് സസ്പെൻസ് ആയിട്ട് തന്നെ നിൽക്കുന്നത് ഏറ്റവും നല്ലത്. വേറെ ഒന്നും പറയാനില്ല. പുള്ളിയുടെ പോലീസ് വേഷം ചെയ്തതിൽ ഏറ്റവും അടിപൊളി പോലീസ് വേഷം ഇതാണ്. ശരി, അതെ, നന്നായിട്ട് വർക്കൗട്ട് ആവുന്നു. അടിപൊളി സസ്പെൻസ് അങ്ങനെയൊന്നുമില്ല, പക്ഷേ അടിപൊളി സാധനം. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. പിന്നെ ഞാൻ അഭിനയിച്ചുകൊണ്ട് ഞാനെന്ത് പറയാനായിട്ട്, നിങ്ങൾ പടം കാണണം എല്ലാവരും. എനിക്ക് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും പടം. സീരിയസ്ലി നല്ല പടമാണ്. നല്ല സീരിയസ്ലി ഭയങ്കര നമുക്ക് എൻഗേജ്ഡ് ആയിരിക്കാനുള്ള പടമാണ്. എല്ലാവരും പടം തിയേറ്ററിൽ കാണും. അത്രയും എനിക്ക് പറയാനുള്ളൂ. ബാക്കി നിങ്ങൾ കണ്ടിട്ട് പറയും. എങ്ങനെ ആ പടം ഞാൻ ആക്ച്വലി ഇപ്പോഴാണ് കാണുന്നത്. മൊത്തം കണ്ടപ്പോൾ ഞാൻ ഓൾറെഡി സ്റ്റോറി അറിയായിരുന്നു, പക്ഷേ എന്നാലും പടം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒട്ടും പ്രതീക്ഷയില്ല പരിപാടി ഇങ്ങനെയാണെന്നുള്ളത്. മൊത്തത്തിൽ പിന്നെ ആസിഫിയുടെ പെർഫോമൻസ് പരിപാടിയൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ സിനിമയിൽ ഭാഗമാകാൻ പറ്റിയതിൽ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. അതിൽ തന്നെ എല്ലാവരും സിനിമ പോയി കാണണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കും. കൂൾ, സൂപ്പറാണ്. അത് എപ്പോഴും അടിപൊളിയാണ്. സൂപ്പറായിരുന്നു. എല്ലാവരും പ്രതീക്ഷിച്ച സാധനം കിട്ടിയിട്ടുണ്ട്. കണ്ടായിരുന്നു. നല്ല ഗംഭീര സിനിമയാണ്. വളരെ പുതുമയുള്ളൊരു സാധനമാണ്. ഉറപ്പായിട്ടും കാണേണ്ട സിനിമയാണ്. ഗംഭീര പെർഫോമൻസാണ്. എവിടെ ചോദിക്കും. അടിപൊളി മൂവിയാണ്. എനിക്കൊന്ന് ഈ ഇടയിച്ച് കണ്ടത് ഏറ്റവും കൂടുതൽ ഭയങ്കര നമുക്കൊരു സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ ഒരു ഫീൽ തോന്നില്ലേ, ഓക്കെ 2 മണിക്കൂർ വേസ്റ്റ് ആയില്ല എന്ന് തോന്നുന്ന രീതിയിൽ ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് നമ്മളെ അത്രയും പിടിച്ചിരുന്ന രീതിയിലുള്ള നല്ലൊരു മൂവിയാണ്. ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ വന്ന് വാച്ച് ചെയ്യണതാണ്. അതോടെ സിനിമയൊക്കെ കണ്ട ആളുകൾക്ക് കൂടുതൽ അവർ അതിനൊക്കെ ബേസ് ചെയ്ത് പോകുന്നൊരു അന്വേഷണം നല്ല രസമായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. നല്ല പടം. നല്ല പടം, നല്ല ഇൻട്രസ്റ്റിംഗ് മൂവിയാണ്. അടിപൊളി പടം. ആസിഫിൻ്റെ 2025 ഫസ്റ്റ് ഹിറ്റ്. സൂപ്പർ പടം. എനിക്ക് പടം ഒരു ഡീസൻറ്റ് വാച്ചായിട്ട് തോന്നി. ഒരുപാട് ത്രില്ലിംഗ് എലമെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിലും നല്ലൊരു പടം തന്നെയാണത്. ഒരു ക്രൈം നടന്നു, അപ്പോൾ ക്രൈമിലേക്ക് എങ്ങനെ എത്തിച്ചേരും, ഇവരെങ്ങനെയാണ് വില്ലനിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ള പ്രോസസ്സാണ് സിനിമ കാണിക്കുന്നത്. അല്ലാതെ വലിയ സസ്പെൻസോ അല്ലെങ്കിൽ ഒരു മിസ്റ്ററി അങ്ങനെയൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ പെർഫോമൻസ് വൈസ് ആയാലും ടെക്നിക്കൽ സൈഡ് ആയാലും, എസ്പെഷ്യലി മറ്റേ കാതോരം എന്ന സിനിമയുടെ ബാക്ക് ഡ്രോപ്പിലാണ് ഈ സിനിമ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെറ്റും പിന്നെ ഈ ഒരു AI നന്നായിട്ട് യൂസ് ചെയ്യുന്നു പടത്തിൽ. അതെല്ലാം വളരെ മികച്ചു നിന്നു. നമുക്ക് കാണുമ്പോൾ ഒരു ഫീല് കിട്ടും. ഇപ്പോൾ ടൈലൻ്റ് ആയാലും സിനിമ ഇടയ്ക്കൊന്നും ഗ്രിപ്റ്റ് പോകുന്നുണ്ടെങ്കിലും ടൈലൻ്റ് ആ സിനിമേനെ കവർ ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ലൊരു ഫീൽ വന്ന് നല്ലൊരു സിനിമ കണ്ട ഒരു ഫീലിൽ ഇറങ്ങി വരാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു പടമാണ് തന്നെ.